ഹായ് ഹലോ എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ കത്തിച്ച് വെച്ച തിരി തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരി വെച്ച് തന്നെ അടുത്തൊരു തിരി കത്തിക്കാൻ ഞാൻ നോക്കിയതായിരുന്നു. നമ്മൾ സാധാരണ ബോഡി ഗാർഡിൻ്റെ ഒരു കൊതുക് തിരി വാങ്ങിക്കുന്ന സമയത്ത് ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരിയിലേക്ക് പെട്ടെന്ന് കത്തിച്ച് പിടിപ്പിക്കുക എളുപ്പമായിരുന്നു. പക്ഷേ ഇത് പറ്റില്ല കേട്ടോ. ഇത് സാമ്പ്രാണി തിരിയാണ്. അതിലോട്ട് എനിക്ക് അങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിന്ന് താമസിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തീപ്പെട്ടി എടുത്ത് വന്നിട്ട് അത് വെച്ച് കത്തിച്ച് ഓണാക്കില്ല. ആ ഒരു ഇത് വെച്ചിട്ട് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. എനിക്ക് കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീട്ടിലെ ജോലികളും ഒരുപാടുണ്ട്. അതെല്ലാം ചെയ്ത് തീർക്കണം. കാരണം 2 ദിവസത്തിനകത്ത് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 2 ദിവസം സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികളും എല്ലാം നേരത്തെ തന്നെ തീർത്ത് വെക്കണം. കുറേ തുണി അലക്കാനുണ്ട്, മടക്കി വെക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എബിയും ചേട്ടനും ഒക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് നിന്നത്. ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. കാരണം കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐസിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ മറിച്ച് വെക്കുമ്പോഴത്തേക്കും ഇനി തറയിലോട്ട് പോകരുത്. ആ രീതിയിലാണ് നമുക്ക് ഐസിങ് ചെയ്യേണ്ടത്. ക്രീം ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ക്രം കോട്ടിങ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രം കോട്ടിങ്ങും കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഇന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഭയം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളെപ്പോഴും എന്ത് ചെയ്താലും പേടിയോടും ഭയത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം ചെയ്യാൻ. കാരണം ഒരു പെശക് മതി, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മതി നമ്മുടെ ആ ഒരു കേക്ക് ഫുള്ളായിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയോട് കൂടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. ഇനി ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നിട്ട് വേണം അടുത്ത ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നീട് വിചാരിച്ചു ഇപ്പോൾ ചെയ്യണോ അതോ നാളെ 2 കേക്ക് കൂടെ ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അത് പിന്നീടുള്ള കാര്യമല്ലേ. ആദ്യം വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. 1 മണിക്കൂറുണ്ടല്ലോ. പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കി ആ ഒരു ടേബിൾ മൊത്തം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീടിനകവും പുറമൊക്കെ ഒന്ന് തൂക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒരു വെള്ളവും തുണിയും എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. കാരണം ക്രീമുകളോ എന്തെങ്കിലും കളറോ ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ അപ്പോഴായിട്ട് തന്നെ നമ്മുടെ കൈയും കഴുകണം, നല്ല തുണി വെച്ച് തുടയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും അങ്ങനെ തന്നെ എന്ത് ചെയ്താലും അപ്പോൾ തന്നെ കഴുകി വെക്കണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നു കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. മറ്റേ പയറ് കറിയും മെഴുക്ക് പുരട്ടിയും പിന്നെ കണവയായിരുന്നു കേട്ടോ. കണവ മീനും കൂടെ ആയിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കാതിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുന്നവരെയാണ് ഞാൻ മിക്ക ദിവസവും കഴിക്കാതിരിക്കുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് വിശന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു കേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം മതിയല്ലോ. ആ നേരം കൊണ്ട് അടുത്ത കേക്കിനുള്ള ബാറ്ററും കൂടെ തയ്യാറാക്കാനായിട്ട് നിന്നു കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നോളുമല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിനുള്ള കേക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ മോൾഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഓണം ആകുമ്പോഴത്തേക്ക് ഒരു അവൻ വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഓണത്തിൻ്റെ ആ ടൈമല്ല, ഓണം കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു അവന് വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് വരും കേട്ടോ. കാരണം ഇപ്പോൾ നമ്മുടെ കുക്കറിനകത്തായിരുന്നാലും അവനകത്തായിരുന്നാലും കേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരേപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഗ്യാസൊക്കെ ലാഭിക്കാനാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ അവൻ വാങ്ങി വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് അടുപ്പത്ത് വെച്ചത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കേക്കായിരുന്നു. ചോക്ലേറ്റ് സ്പഞ്ചായിരുന്നു. ഇത് വാനില സ്പഞ്ചാണ് കേട്ടോ. എനിക്കിത് ഉണ്ടാക്കാനുള്ളത് വാഞ്ചോ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2ൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് വാഞ്ചോ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി മാറ്റി വെച്ചു. രണ്ടാമത് വാനില സ്പഞ്ചും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ മെത്തേഡാണ്. അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അളവുകളും കാര്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കും കേട്ടോ. ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ അളവിൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നുമില്ല.
ചില സമയത്ത് ഇങ്ങനെ പൊന്തി വരുന്നതിലുള്ള മിസ്റ്റേക്കൊക്കെ വരാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ പേടിയോ കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഭയം അങ്ങ് മാറും. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഭയമായിരിക്കും, ഇത് എങ്ങനെയാകും എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടിയുണ്ടാകും കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ച സമയത്തേക്കും ചേട്ടൻ ചായ കുടിക്കാനുള്ളത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കപ്പവും പരിപ്പ് വടയും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ നമുക്ക് ക്ലാസ്സുകളും ഉണ്ട്. ക്ലാസ്സും 7 മണി തൊട്ട് 8-8:15 വരെയൊക്കെ ക്ലാസ്സും പോകുന്നുണ്ട്. ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ബിസി ആയിട്ടുള്ള ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. ഒന്നും ഇരിക്കാൻ പോലും പറ്റാതെ ജോലി ചെയ്യുന്ന കുറേ ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിൽ ഇരുന്ന് തന്നെയാണല്ലോ ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണോ ചെയ്യാം, എവിടെ വേണോ പോകാം, അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ അടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നൊക്കെ വന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എബിക്ക് ഇനിയിപ്പോൾ 13-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങുകയാണ്, ഓണം എക്സാം തുടങ്ങുകയാണ്. അതിൻ്റെ തിരക്കിലാണ് അവനും, പഠിക്കുന്ന ധൃതിയിലും കാര്യങ്ങളിലാണ് അവനും. അപ്പോൾ ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഐസിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഡെക്കറേഷനും ആണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ അതിനെ തിരിച്ച് പിന്നെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് ഐസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. രാവിലെ തന്നെ എബിക്ക് കാപ്പി എടുത്ത് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഉച്ചവരെ ഇവിടെ ഉള്ളൂ. അതായത് ഉച്ചവരത്തെ ഫുഡ് നമുക്ക് മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡക്ഷനിൽ വെച്ചിട്ടാണ് ചോറൊക്കെ വെച്ചത്. ചോറും വെച്ചതിന് ശേഷം എബിക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരനും മുട്ടയും ചമ്മന്തിയും തൈരും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് എബിക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. എബിക്ക് മാത്രം, ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു. ഉച്ചവരെയുള്ള ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇന്ന് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളാണ്. എനിക്ക് നടു ഒടിഞ്ഞെന്ന് വേണം പറയാൻ. കാരണം ഇതുപോലെ നിന്ന് 3 കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടല്ലേ. നമ്മൾ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ 3 കേക്കൊക്കെ ചെയ്ത സമയത്ത് നല്ലതുപോലെ നടുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് ബാഗും കൊണ്ടാണ് എബി പോകുന്നത്. ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ലഞ്ച് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ വളർന്നു വരുന്നത്. ഇനിയും ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. വീഡിയോസ് കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതനുസരിച്ചും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് തുണി അലക്കിയത് വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.